എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോടൊപ്പം തന്നെ യൂട്യൂബിലെ പെയ്ഡ് മെമ്പർഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് എഴുതിയിടുക. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ, ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇന്ന് ഞാൻ വേറൊരു ആളുടെ വീഡിയോ കണ്ടു. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ അശ്ലീലവും നഗ്നതയും പ്രചരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദ്രൗപദി മുർമു. അപ്പോൾ ഇത് നടപടിയാവുന്ന കാര്യമാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേരുടെ കുന്തളിപ്പ് അവസാനിക്കും. സബ്സ്ക്രിപ്ഷൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ നെറ്റിയിൽ ആണിയടിക്കുന്ന പരിപാടിയാണ് ഈ ഒരു നിയമം നടപ്പിലായാൽ. പക്ഷേ ഇത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത് എപ്പോൾ പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ കാരണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നൊരു വാർത്തയുണ്ട്. നമ്മൾ പുതിയ ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ 2 ഹെൽമെറ്റ് ഷോറൂമിൽ നിന്ന് കസ്റ്റമറിന് കൊടുക്കണം എന്നൊരു നിയമം ഗൂഗിളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ബ്രദറിന് ബൈക്ക് എടുക്കാൻ പോയപ്പോൾ ഹെൽമെറ്റ് ചോദിച്ചപ്പോഴേക്കും ഒരു ഹെൽമെറ്റാണ് കൊടുത്തത്. അതും ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടി വീഴുന്ന ലെവലുള്ള ഹെൽമെറ്റ്, അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ്. അപ്പോൾ അടുത്തൊരു ഹെൽമെറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തരാനുള്ള വകുപ്പില്ല, ഒരു ഹെൽമെറ്റേ അപ്രൂവൽ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗൂഗിളിൽ ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു. 2026 ജനുവരി 1 തീയതി മുതൽ ഇത് കൊടുക്കണമെന്ന് ഗൂഗിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോറൂമാരും പറയുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റിമേഷൻ വന്നിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ RTO ആയിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അടുത്ത ദിവസം അനിയൻ നേരെ RTO ഓഫീസിൽ പോയി. അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ പ്രാബല്യത്തിൽ വരാത്ത നിയമം എന്തിനാണ് ഗൂഗിളിൽ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അതിൻ്റെ ആൻസർ ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ. ഗൂഗിളിൽ വരുന്ന പല കാര്യങ്ങളും നാട്ടിൽ പ്രാവർത്തികമായിട്ടില്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു ഹെൽമെറ്റ്, അതും നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ കനമുള്ള ഹെൽമെറ്റ്, പിന്നെ അവൻ പുറത്തുനിന്ന് ഹെൽമെറ്റ് വേറെ വാങ്ങിച്ചു, അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയാണോ ഈ നിയമം എന്ന്, അതുപോലെയാണോ ഈ പോസ്റ്ററിൻ്റെയും ആയുസ് എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇത് നടപ്പിലായാൽ നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരുടെയും സബ്സ്ക്രിപ്ഷൻ സംഭവങ്ങൾ അങ്ങ് അവസാനിക്കും. ഈ ഒരു വീഡിയോ ശരിക്കും ഒരാളെക്കുറിച്ചല്ല, ഒരുപാട് പേരെ കുറിച്ചുണ്ട്. ഇപ്പോൾ ഒരു അശ്വനി, അതുപോലെ ഈ രേഷ്മ പി തങ്കച്ചൻ, നിമിഷ ബിജോ, നിഷാന വ്ളോഗ്സ്, ഒരു ബിജി, ഒരുപാട് പേരുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻസ് വഴി, ഇപ്പോൾ ഈ പെയ്ഡ് ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ ആൾക്കാർ അവരുടെ ഈ പറയുന്ന ശരീരഭാഗങ്ങൾ കാണിച്ച് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ആരെയാ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ആ ലെവലിൽ ചിന്തിച്ച് തുടങ്ങി. അതായത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാശുണ്ടാക്കാനുള്ള വകുപ്പുണ്ടല്ലോ എന്ന രീതിയിൽ. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടി ഫേസ് മുഴുവൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരു ഹാഫ് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് വന്ന് സംസാരിക്കുന്നത്. കണ്ടാൽ നമുക്ക് ലിറ്ററലി അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് കുട്ടി സംസാരിക്കുന്നത്. മുഖം മാസ്ക് ചെയ്തൊക്കെ അല്ലേ, അപ്പോൾ ആരാണെന്ന് അറിയില്ലല്ലോ. പേര് കൊടുത്തിട്ടുണ്ട്, സ്ഥലപ്പേരും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആളുടെ ഫേസ് കാണിക്കുന്നില്ല. ആളുടെ വോയിസ് തന്നെയാണ് സംസാരിക്കുന്നത്, വോയിസ് മാറ്റിയിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ, അതും ഒരുപാട് പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവർക്കൊരു കൂടി വന്ന ഒരു 24 വയസ്സ് ആ റേഞ്ചേ ഉള്ളൂ. ഇവർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പണി കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നാൾ മുൻപ് വരെ, ഇപ്പോൾ ടിക്ടോക്ക് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിലേക്ക് കയറിയ സമയത്ത് ഇൻസ്റ്റഗ്രാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഓരോ റീൽ കാണാനോ അല്ലെങ്കിൽ ഓരോ പോസ്റ്റുകൾ കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇമ്മാതിരി പേക്കൂത്തൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് അവസ്ഥ. നമുക്ക് നമ്മുടെ രജിത് കുമാർ സർ ബിഗ് ബോസിലൊക്കെ പോയ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന, ഒരുപാട് പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരുപാട് പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിമർശിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ രജിത് കുമാർ. അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഈസ്റ്ററിൻ്റെ അന്നൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ല, വളരെ കുറച്ച് പേര് മാത്രമേ വീഡിയോ കണ്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം, നമുക്കത് കേട്ടുകൊണ്ട് സംസാരിക്കാം. ഹായ്, നമസ്കാരം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. ശരിയല്ല അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത്തരം തോന്നിയവാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഒരാളെങ്കിലും പുറത്തു വരുന്നുണ്ടോ, മുന്നിട്ട് വരുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചല്ല പറഞ്ഞത്. ഇതിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് സ്ത്രീ വ്ളോഗേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ മഞ്ജു ആൻ്റണി,
ഗോൾഡൻ ഡയറീസ്, അതുപോലെ അമിയ അൺഫിൽറ്റേർഡ്, ഷെഫീന ബേബി, ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ ഇത്തരം ആൾക്കാർക്കെതിരെ വളരെ ശക്തമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. കാരണം അവരെല്ലാം കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരായതുകൊണ്ട്. കുടുംബ മഹിമ എന്താണെന്നും അവനവൻ്റെ ശരീരത്തിൻ്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കുന്ന സ്ത്രീകൾ അവർ ഇത്തരം ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരാരും തന്നെ ശരീരം പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. വളരെ വാലിഡ് ആയ ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെ പോയി അവരൊക്കെ? ഒരു സ്ത്രീക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവിടെ കൊടിയും പിടിച്ചിറങ്ങുന്ന ടീമുകൾ ആ സ്ത്രീ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കേണ്ട വിഷയങ്ങൾക്ക് മാത്രമേ ചില സ്ത്രീകൾ ഇറങ്ങത്തുള്ളൂ. ഈയിടെ നമ്മൾ കണ്ടല്ലോ, ഒരാൾക്ക് വേണ്ടി ഘോരം വാദിക്കുന്ന മറ്റൊരു സ്ത്രീ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ നാവ് പൊങ്ങത്തുള്ളൂ. ഞാൻ പേര് പറയാതെ ഞാൻ ഈ വിഷയം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ എടുക്കേണ്ടെന്ന് പറഞ്ഞ് വിട്ട കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുന്നേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അറിയണം. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ ഡോക്ടർ അജിത് കുമാർ എന്ന് പറഞ്ഞ ചാനലിനകത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, ബാക്കി കേൾക്കാം. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രണ്ട് വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ, ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒരുപാട് പേര് ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വിവരങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സബ്സ്ക്രിപ്ഷൻ 10,000 ആയിരുന്ന സമയത്ത് ആരോ ഒരാൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയ അക്കൗണ്ട് ഇവരുടെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും പല ആൾക്കാരും മനസ്സിലാക്കുന്നത്. പല ആൾക്കാരും, എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല, 25,000 അടുപ്പിച്ചായി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. ആലോചിച്ച് നോക്കണം, 25,000, 1 കോടി രൂപയ്ക്ക് മേളിൽ മാസ വരുമാനം. ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് പഠിച്ച് നല്ലൊരു ജോലിയുള്ള ഒരാൾക്ക് പോലും മാസം കിട്ടാത്തൊരു വരുമാനമാണ് അവരുണ്ടാക്കുന്നത്. അതിനവർ ചൂസ് ചെയ്യുന്ന മാർഗം ശരീര പ്രദർശനം. ഇതിനൊരു പരിധിവരെ പങ്ക് മറ്റുള്ളവർ വഹിക്കുന്നുണ്ട്, ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഇതൊക്കെ കണ്ടിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഉള്ള സംഭവങ്ങൾ കണ്ടതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് അറിയില്ല. ബാക്കി ആരും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവ് കുലം നശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയെന്ന് നോക്കണ്ട. നിങ്ങളിനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാൾ താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല, കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരി, കുറേ അമ്മച്ചിമാർ എന്ന് പറയാം. കുട്ടികളൊക്കെ വളരെ കുറവാണ്. കുറേ അമ്മച്ചിമാർ, അതായത് ഭർത്താവിനെ ഉപേക്ഷിച്ച് പറയുന്ന പോയിന്റ് ഇതാണ്, മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. ന്യായീകരണമാണ്. മക്കൾക്ക് വേണ്ടി എനിക്ക് 3 മക്കളാണല്ലേ, 2 മക്കളാണ്. എന്നാൽ ഇവർ ചിന്തിക്കാത്തൊരു കാര്യം, നാളെ ഈ മക്കൾ വളർന്നു കഴിയുമ്പോൾ ഇതേ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവരാണ് ആ മക്കൾ എന്ന് ചിന്തിക്കുന്നില്ല. പലരുടെയും ഭർത്താക്കന്മാരാണ് വീഡിയോ
ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. കമൻറ്റ് ബോക്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഭർത്താക്കന്മാരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യയുടെ ശരീരം നാട്ടുകാർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന കുറേ ഭർത്താക്കന്മാർ. ഇവന്മാരല്ലേ ശരിക്കും മൊണ്ണകളെന്ന് പറയുന്നത്? അല്ല, ഇവന്മാരെയല്ലേ പറയേണ്ടത്? ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം അത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. പലരുടെയും ലൈവൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഭർത്താക്കന്മാരാണ്. ഈ നിമിഷ ബിജോയുടെ ലൈവ് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ ഭർത്താവാണെന്ന് കേട്ടിട്ടുള്ളത്. അവരെന്നെ ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ ഭർത്താവാണ് എൻ്റെ ലൈവ് ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെ ഈ പറയുന്ന മോശം കമൻറ്റ് വരുന്ന കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുന്നത് ഭർത്താവാണ് എന്ന് അവരേതോ ലൈവ് ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പലരുടെയും, നിമിഷ ബിജോയുടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അവർക്ക് അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നവന്മാരെ വേണം ആദ്യം അടിക്കാൻ. പലരെയും ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്ത് സത്പ്രവൃത്തിയാണ് ഇവർ സൊസൈറ്റിയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്? എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? എന്ത് കൊടുത്തിട്ടാണ് ഇൻ്റർവ്യൂവിൽ ഇവരെയൊക്കെ വിളിക്കുന്നത്? എന്നാൽ ഈ സമൂഹത്തിൽ കലാപരമായിട്ടും കായികപരമായിട്ടും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കത്തില്ല. എന്തുകൊണ്ടാണ്? കാഴ്ചക്കാരില്ലല്ലോ. അതേസമയം ഇച്ചിരി മസാല പുരട്ടിയ വാക്കുകൾ സംസാരിക്കുന്ന ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കും. മസാല പുരട്ടിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അതിനനുസരിച്ച് ഉത്തരങ്ങൾ കൊടുക്കും. അത് കാണാൻ ലക്ഷങ്ങൾ തിങ്ങിക്കൂടുകയും ചെയ്യും. ഇത്രയും നല്ല കാര്യങ്ങൾ സംസാരിച്ച രജിത് കുമാർ സാറിൻ്റെ വീഡിയോ കാണാൻ ആളില്ല. അതേസമയം വേറൊരു കോണ്ടന്റ് കുറച്ച് എരിവും പുളിയും ചേർത്തിട്ട് കഴിഞ്ഞാൽ ഇതേ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാരുണ്ടാവും. അപ്പം നല്ലതൊന്നും ആർക്കും വേണ്ട ഇന്നത്തെ കാലത്ത്. എല്ലാവർക്കും ഇതൊക്കെ മതി. ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളിൽ എത്ര പേർക്ക് സീരിയൽ ഇഷ്ടമുണ്ട്? ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ കാണാറില്ലെന്നായിരിക്കും പറയുന്നത്. പക്ഷേ റേറ്റിംഗ് ഉണ്ട്. സീരിയലിന് റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് പല പൊട്ട സീരിയലും എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. അതേസമയം കാണാൻ ആളില്ലെങ്കിൽ ആ സീരിയൽ നിർത്തും. കഥ കൊള്ളില്ലെങ്കിലും കാണാൻ ആളുണ്ട്, അതുകൊണ്ട് അത് ഓടും എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ അവസ്ഥ. കാണാൻ ആളുണ്ടെങ്കിൽ ആ വിഷയം ആൾക്കാർ വീണ്ടും വീണ്ടും സംസാരിക്കും. കാരണം എല്ലാവർക്കും വേണ്ടത് കോണ്ടന്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവരുടെ കോണ്ടന്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ അവരടുത്ത് സംസാരിക്കുകയും ചെയ്യും. അത്തരം വിഷയങ്ങളെന്ന് പറയുന്നത് മസാല പുരട്ടിയ സാധനങ്ങളാണെങ്കിൽ അത് കാണാൻ കാഴ്ചക്കാരുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും? അത്തരം വിഷയങ്ങൾ എടുത്ത് സംസാരിക്കും. ബാക്കി എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PKയിൽ അമീർ ഖാൻ പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, അവർ ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ. ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചു പേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷമെന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതിപീഠകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. അതുകൊണ്ട് ഈ പുതിയ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അവരുടെ ചിന്താധാരകളെ അവരെ സൈക്കോളാക്കി മാറ്റാനും അവരുടെ പഠനമില്ലാതാക്കി മാറ്റാനും നല്ലപോലെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലെയും പുരുഷന്മാരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള പ്രദർശനങ്ങൾ കുത്തിക്കയറ്റി ആ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി ആ കുടുംബങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന ഈ മ്ലേച്ഛ പ്രവർത്തികൾ
ഇത് ആദരണീയായ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൈറ്റുകളും വ്യക്തികളുടെ വീഡിയോകളും ടെലഗ്രാമുകളും എല്ലാം കട്ട് ചെയ്യും എന്ന്. ചെറുതായി കട്ട് ചെയ്താൽ പോരാ, വളരെ വലുതായി തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പുതിയ തലമുറയിലെ കുട്ടികൾ ഏറെ പേരും പഠിക്കാൻ മടി കാണിച്ച് ഉഡായിപ്പിലൂടെ പണമുണ്ടാക്കുമെന്ന് മാത്രമല്ല അവർ സൈക്കോകളായി മാറി അവരുടെ ഭാവി ജീവിതം നശിച്ചു പോകും എന്ന് ഉൾക്കാഴ്ചയോടുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചിട്ട് എന്നെ തെറി വിളിക്കുക. ശരിയല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും പല ആൾക്കാരും റീലുകൾ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് റീലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേസമയം തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ട് റീലുകൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ കൂടുതൽ കാഴ്ചക്കാർ എവിടെയായിരിക്കും? എക്സ്പോസ് ചെയ്തുകൊണ്ട് റീലുകൾ ചെയ്യുന്ന അത്തരം വീഡിയോകൾക്കായിരിക്കും കാഴ്ചക്കാർ കൂടുതൽ. ഇപ്പം ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് 390 രൂപയാണ് ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഈ അശ്വനിയുടെ. വേറെ പലർക്കും 180ഉം 199ഉം അങ്ങനെ ചാർജുകൾ വരുന്നുണ്ട്. ഓരോ ആണുങ്ങളും അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ കുടുംബത്തിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കേണ്ട എമൗണ്ട് ആയിരിക്കും ഇത് കാണാൻ വേണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. പണ്ട് കള്ള് കുടിച്ച് കാശ് കളയുന്നതിനെ കുറ്റം പറയാറുണ്ട്, അനാവശ്യമായിട്ട് കാശ് ദൂർത്തടിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുന്ന കുറേ ആൾക്കാരെ കുറിച്ച്. പക്ഷേ അത് മാറിയിട്ടിപ്പോൾ സബ്സ്ക്രിപ്ഷന് വേണ്ടിയാണ് ആൾക്കാർ കാശ് കളയുന്നത്. നിങ്ങൾ ആലോചിക്കുക, 20,000 പേര് 390 രൂപ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. അതേസമയം ഈ വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത്, എന്താ ഉണ്ടാകുന്നത്? അവൻ അതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്? അവൻ്റെ മക്കൾ മിനിമം 2 ദിവസം ഭക്ഷണം കഴിക്കേണ്ട കാശാണത്, അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈ പല ആൾക്കാരുടെയും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക, ഞാനിത് എന്താണ് ചെയ്യുന്നത്? ആരെയാണ് ഞാൻ നന്നാക്കുന്നത്? ചിന്തിച്ച് നോക്കുക. പല ഫേസ്ബുക്ക് പോസ്റ്റ് കാണാറുണ്ട്, ഈ പല സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആൾക്കാരുടെ പോസ്റ്റുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ട് ഇവരിങ്ങനെ കാശുണ്ടാക്കുന്നു, ഞാനും തുടങ്ങിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് പലരെയും ഇത്തരം ആൾക്കാർ ഇൻസ്പയർ ചെയ്യാണ്. എന്താകും എന്നുള്ളത് കണ്ടറിയണം. പുതിയ ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി ഈ പറഞ്ഞ പരിപാടി കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇൻസ്റ്റഗ്രാം പൂട്ടിയാലും ഇവരവിടെ ഈ പരിപാടി തുടരും. ടെലഗ്രാം വഴി വീഡിയോ കോൾ സർവീസുകൾ ഒക്കെ നടക്കുന്നുണ്ട്. കാശിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്രക്കാർ റെഡിയാണ്. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.